മാറ്റത്തിന്റെ രണ്ടാം എപ്പിസോഡിലേക്ക് പോകുന്നതിന് മുൻപ് മാറ്റം സാധ്യമാണെന്ന ചാനൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആരും തയ്യാറുള്ളതാണ്. എന്തായിരിക്കും ഇതിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ? ഞാൻ കരുതുന്നത് മാറ്റം സാധ്യമാണെന്ന ഉറച്ച ബോധ്യമില്ലായ്മയും മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഭയവുമാണ് അതിന് പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ മാറ്റം സാധ്യമാണെന്ന ബോധ്യം സമൂഹത്തിന് നൽകുകയും മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അവർ സജ്ജരാക്കുകയും ചെയ്യുകയാണ് ചാനലിന്റെ ലക്ഷ്യം. നിങ്ങൾ ഓരോരുത്തരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യണം. ഇതിന്റെ ഓരോ എപ്പിസോഡും നിങ്ങൾ മുഴുവനായി കാണണം. ഈ ചാനൽ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും വേണം. മാറ്റത്തിന്റെ ഒന്നാം എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ തന്നെ പലരും എന്നെ വിളിച്ച് അഭിപ്രായം രേഖപ്പെടുത്തുകയുണ്ടായി. അതിൽ ശ്രദ്ധേയമായ ഒന്ന് ഇതായിരുന്നു: രാഷ്ട്രീയ നിലപാടുകൾ പരസ്യമായി പ്രഖ്യാപിക്കുക വഴി നിനക്കൊത്തിരി ശത്രുക്കൾ ഉണ്ടാകാൻ നിന്റെ ജീവൻ വരെ അപകടത്തിലാകാം. അതിനുള്ള എൻ്റെ മറുപടി വിശുദ്ധ ബൈബിളിലെ ഒരു വാക്യമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 10 വാക്യം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കുകയും വേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും വിനാശകരവും വ്യാപകമായ ഒരു ശക്തിയാണ് ഭയം. അത് ഭയം പലതരത്തിലുണ്ട്. അത് പരാജയപ്പെടുമെന്നുള്ള ഭയമാകാം, ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാകാം, അല്ലെങ്കിൽ രോഗത്തെക്കുറിച്ചുള്ള ഭയമാകാം, ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള ഭയമാകാം. ഇങ്ങനെ പലതരത്തിലുള്ള ഈ ഭയം തമ്മിൽ നുഴഞ്ഞു കയറി നമ്മുടെ ശക്തി നശിപ്പിച്ച് കളയുകയാണ്. നമ്മുടെ ജീവിതത്തെ തന്നെ തകർക്കാൻ ഇടയാകും. ഭയം ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന് ബൈബിൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. മറ്റൊരു ഉദാഹരണം ഞാനിവിടെ പറയുകയാണ്. പുതിയ നിയമത്തിലെ തിമോഥെയോസിലേക്ക് പൗലോസ് എഴുതിയ 2 ലേഖനത്തിന്റെ 1 അധ്യായം 7 വാക്യം അത് പ്രകാരമാണ്: എന്തെന്നാൽ ഭയത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഭയം സാത്താനിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് വീണ്ടും പറയുന്നു, ഭയപ്പെടേണ്ട, മാറ്റം സാധ്യമാണ്. മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ഗാന്ധിജിയുടെ ഒരു കൂട്ടുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ പ്രകാരമാണ്: ഫസ്റ്റ് ദ ഇഗ്നോർ യു, ദെൻ ദ ലാഫ് അറ്റ് യു, ദെൻ ദ അറ്റാക്ക് യു, ദെൻ യു വിൻ. അതായത് ആദ്യം അവർ നിങ്ങളെ അവഗണിക്കും, പിന്നീട് അവർ നിങ്ങളെ പരിഹസിക്കും, പിന്നീട് അവർ നിങ്ങളെ ആക്രമിക്കും. അതിനുശേഷമായിരിക്കും നിങ്ങളുടെ വിജയം. ഒരു ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളൊരു സോഷ്യൽ മീഡിയ ഇനിഷ്യേറ്റീവ്, പഞ്ചായത്ത് ഗ്രൂപ്പുകൾ എന്ന സോഷ്യൽ മീഡിയ ഉദ്യമം തുടങ്ങുന്ന സമയത്ത് ആദ്യകാലത്ത് ആരും ഞങ്ങളെ കാര്യമാക്കിയില്ല. പലരും അവഗണിച്ചു, പലരും പരിഹസിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് ചിലർ ഭീഷണിയുടെ ധാർഷ്ട്യത്തിന്റെ സ്വരമുയർത്തി. പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കൾ, പഞ്ചായത്ത് മെമ്പർമാർ, ചില പഞ്ചായത്ത് മെമ്പർമാർ, ചില MLA MP-മാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ ഭീഷണിയുടെ സ്വരത്തിൽ അല്ലെങ്കിൽ ധാർഷ്ട്യത്തിന്റെ സ്വരത്തിൽ ഞങ്ങളോട് സംസാരിക്കുകയുണ്ടായി. പക്ഷെ ഞങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവർ നിശബ്ദരായി എന്ന് മാത്രമല്ല, അവരിൽ അഥവാ രാഷ്ട്രീയക്കാരിൽ ഒരു മാറ്റം കാണാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഒരു 10 വർഷം മുമ്പ് അഴിമതി തെറ്റാണെന്ന് ബോധ്യമില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു നമ്മുടെ സമൂഹത്തിൽ. കൈക്കൂലി മേടിക്കാൻ ഒരു മടിയുമില്ല, പരസ്യമായിട്ട് കൈക്കൂലി ചോദിക്കാൻ ഒരു മടിയുമില്ലാത്ത സാഹചര്യം. ഇന്നത് മാറിയിട്ടുണ്ട്. ചെറിയ മാറ്റം ചില മേഖലകളെങ്കിലും അത് മാറിയിട്ടുണ്ട് എന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. അതിന് ഞങ്ങളുടെ ഈ ഉദ്യമം ചെറിയൊരു കാരണമായിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു.